സ്ഥലവും കറങ്ങി നമ്മുടെ വണ്ടി ഇങ്ങ് എത്തിരിക്കുകയാണ്. വണ്ടി മാത്രമല്ല കൂടോത്രം ടീമും നമ്മളോടൊപ്പം ഉണ്ട്. നമുക്കൊന്ന് അവിടേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കൂടോത്രം ടീമും എല്ലാവരും ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. ബൈജു ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ തിയേറ്ററിലൊക്കെ വന്നിട്ട്? ഭയങ്കര റെസ്പോൺസ് ഒക്കെ വന്നോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ? തീർച്ചയായിട്ടും തിയേറ്ററിൽ അവർ ഷോയെ നമുക്ക് ഭയങ്കര ക്രൗഡ് കൂടി വരുവാണ്. കൂടുതൽ ഫാമിലി ക്രൗഡ്സ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. കൂടോത്രം ഏറ്റെടുത്തു ജനം, ഫാമിലി ഏറ്റെടുത്തു. പ്ലസ് അതിനോടൊപ്പം വാവച്ചനെയും പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന എൻ്റെ മക്കള്, ഭാര്യ ബിനോയ്, അതുപോലെ റൈച്ചൽ, ദിയ, അങ്ങനെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, സായി ഏട്ടൻ, അലൻസിയാർ ഏട്ടൻ, സലിൽകുമാർ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരെയും ഏറ്റെടുത്തു പ്രേക്ഷകർ എന്നുള്ള ഒരു വലിയ സന്തോഷത്തിലാണ് കേരളത്തിൽ ജനങ്ങൾ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ 14 സിനിമയിൽ നിന്നാണ് ഇപ്പോൾ ഈ സിനിമ കുറച്ച് സിനിമകളുടെ കൂട്ടത്തിൽ നല്ല രീതിയിൽ പോകുന്ന കൂടോത്രം ആ ഒരു ഇതിലേക്ക് എടുത്തു. അതിനേക്കാൾ ഉപരി ഫാമിലി, കുട്ടികൾ, അവരായിട്ടുള്ള ഇൻട്രാക്ഷൻ, നമ്മൾ തിയേറ്ററിൽ പോകുമ്പോഴേക്കുള്ള അവരുടെ ഒരു ഫീല് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഈ ഒരു കഥ അല്ലെങ്കിൽ ആ കഥയിലെ ആ വാവച്ചെന്നുള്ള ഒരു കഥാപാത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തു. ഏറ്റവും കൂടുതൽ അച്ഛന്മാർ വരെ കരഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. ഒരുപാട് പേര് എൻ്റെ സൗഹൃദ വലയത്തിലുള്ളവരാണെങ്കിലും തിയേറ്ററിൽ വരുന്ന ആൾക്കാരും എനിക്ക് തോന്നുന്നു അച്ഛന്മാർക്കും സങ്കടമുണ്ട്. അത് പ്രകടിപ്പിക്കുന്ന ഒരുപാട് സീക്വൻസ് ഇതിനകത്തുണ്ട്. പെൺമക്കളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് ഏറ്റവും, പെൺമക്കളും മക്കളും അച്ഛനും ഒക്കെ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അമ്മമാരെക്കാൾ കൂടുതൽ അച്ഛന്മാരായിട്ടാണ്. അമ്മമാരോട്ടും അത്രയെങ്കിലും എപ്പോഴും പെൺകൊച്ചുങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. എങ്ങനെ പെൺകൊച്ചുങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ ടൈം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലോട്ട് പോകുന്ന സമയം മുതൽ അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്ന സമയം മുതൽ എന്ത് സേഫ് ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു ആദ്യമുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള ഒരു സ്ഥലത്തൊരു വാവച്ചൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേറെ ലോകമൊന്നുമില്ല. ഈ വെള്ളിമലയും ഈ അയാളുടെ കുടുംബവും മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അയാളുടെ പെൺമക്കൾ, അയാളുടെ ഫാമിലിയും, ഇതിനകത്തുള്ള 7 കുടുംബങ്ങളാണ് അയാളുടെ ലോകം. അപ്പോൾ അതിൽ പല ഇമോഷൻ സീക്വൻസും വാവച്ചനെ പോലെ മറ്റൊരാൾ കാണുമ്പോഴാണ്, വാവച്ചനായിട്ട് അവർക്ക് തോന്നുമ്പോഴാണ് ആ സീനിലിരുന്ന് അവർ കരയുന്നത്. അപ്പോൾ ഒരുപാട് പേര് തിയേറ്ററിൽ നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ അച്ഛന്മാർ കരയുക എന്ന് പറയുമ്പോൾ അമ്മമാരുടെ അവസ്ഥ വേറെ. അപ്പോൾ പലരും പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് കരയിപ്പിച്ച് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷേ കരയിപ്പിച്ചാലും എൻഡ് ഓഫിൽ അവർക്കൊരു പവറാവുന്ന രീതിയിലേക്ക് ഈ സിനിമയ്ക്ക് മെസ്സേജ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് ബൈജു എഴുപന്ന എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, വാവച്ചൻ എന്ന് പറഞ്ഞൊരു, അതാണ് അദ്ദേഹത്തെ ഞാൻ ഇപ്പോഴും വേറൊരാളായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ബൈജു എഴുപന്ന എന്ന് പറഞ്ഞൊരാളായിട്ട് സംസാരിക്കുന്നത്. വാവച്ചൻ എൻ്റെ മുമ്പിൽ വേറൊരാളാണ്. അതായത് വെള്ളിമലയുടെ കാവൽക്കാരനായിട്ട് ആ സിനിമയിൽ മലയുടെ കാവൽക്കാരൻ വാവച്ചൻ, പിന്നെ അങ്ങനെ ഒരുപാട് ട്രോൾ പേജുകളിലൂടെയൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. സന്തോഷമേ ഉള്ളൂ, ഒരുപാട് നന്ദിയേ ഉള്ളൂ പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു ഈ സിനിമ ഏറ്റെടുത്തു. കാര്യം ഒരു ചലഞ്ചായിരുന്നു. 1.5 വർഷത്തെ ഒരു കഠിന പ്രയത്നം എന്ന് പറയുന്ന അത് പ്രേക്ഷകരെ ഏറ്റെടുത്താൽ മാത്രമേ ഉള്ളൂ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. മറ്റ് പ്രേക്ഷകരെ ഏറ്റെടുത്തു അവരിൽ ഒരാളായിട്ട് വാവച്ചനെയും അല്ലെങ്കിൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരെയും കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം. അതെ, അതിൽ ഓരോ കഥാപാത്രങ്ങൾ ഡിനോ അല്ലെങ്കിൽ റേച്ചലൊക്കെ നിങ്ങളുടെ ഒക്കെ ഇത് പറഞ്ഞാൽ ആ തിയേറ്ററിൽ നിങ്ങളുടെ ഒരു റൊമാൻസും അല്ലെങ്കിൽ പ്രണയരംഗങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. അത് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല തിയേറ്ററിൽ അതിന്റെ ഒക്കെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റെസ്പോൺസ് ആയിരുന്നു. ഞാൻ റേച്ചലും തമ്മിൽ യാതൊരു പരിചയം ഉണ്ടായില്ല. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ പേഴ്സണലി യാതൊരു കെമിസ്ട്രി ഇല്ല. അത് സ്ക്രീനിലേക്ക് ഒന്ന് പൈച്ചതിന്റെ ഹെൽപ്പ് കൊണ്ടും പിന്നെ റേച്ചലിന്റെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു റേച്ചൽ? അല്ലെങ്കിൽ ആ ഒരു പ്രേക്ഷകരുടെ ഒക്കെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ആദ്യം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടപ്പോൾ ആ ഓഡിയൻസിന്റെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ബിക്കോസ് ചിരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ചിരിക്കും, കരയുന്ന സമയത്ത് ആൾക്കാർക്ക് കരയും. സോ we understand real time response audience. So it was a really nice experience. പിന്നെ ഇപ്പം നന്നായിട്ട് ഓടുന്നുണ്ട് തിയേറ്ററിലൊക്കെ. സോ ഐ എം വെരി ഹാപ്പി. ജസ്റ്റ് അവരുടെ സപ്പോർട്ടും മതി. ഇപ്പം ആൾക്കാർക്ക് തിയേറ്ററിൽ വന്ന് സിനിമ കാണാനാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ്. അതായത് എല്ലാ സിനിമകളും വിജയിക്കണം, അങ്ങനെയുള്ള ഒരു സിനിമ നമ്മൾ ചെയ്യുന്നത് തന്നെ. ഇപ്പൊ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും സിനിമ കാണണം. ചെറിയ സിനിമയിലും വലിയ സിനിമയിലും പ്രേക്ഷകരെ ഏറ്റെടുക്കണം. അപ്പൊ ഈ സിനിമ എന്തായാലും ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ലുക്കേ അല്ല, അതായത് റേച്ചലിനെ കാണുമ്പോൾ ഒരു മോഡേൺ ഒരു റേച്ചലിന് ഒരു സാധാരണ അല്ലെങ്കിൽ നാട്ടുമ്പുറത്തുകാരിയായി വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സംടൈംസ് ഞാൻ തന്നെ കണ്ണാടി നോക്കുമ്പോൾ ഐ ഓൺലി ബി വണ്ടറിങ് ഇത് റേച്ചിലല്ലല്ലോ. സോ അതാണ്
ദ ബ്യൂട്ടി ഓഫ് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ കോസ്റ്റ്യൂം, നമ്മുടെ മേക്കപ്പ്, ഇറ്റ്സ് അതാണ് ബ്യൂട്ടി. ആൻഡ് ദാറ്റ് ഇസ് ദ എന്താ പറയുന്നത്, ആസ് എൻ ആക്ടർ ദാറ്റ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് അല്ലേ. ബിക്കോസ് ഇങ്ങനെ തന്നെ സ്ക്രീനിൽ ഓഫ് സ്ക്രീൻ ആണെങ്കിൽ ദെൻ ആ ഒരു കംഫർട്ടിൽ നമ്മൾ കയറും. ബട്ട് വെൻ യു ബിക്കം അനദർ ക്യാരക്ടർ, അത് നമുക്കൊരു പേഴ്സണൽ വിൻ ആണ്. സോ അതൊരു നമുക്ക് ആസ് എൻ ആക്ടർ ഐ കൻ ഷോ റേഞ്ച് ഇൻ മൈ ഫിസിക്കാലിറ്റി. സോ അത് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ലൈക്ക് ഇറ്റ്. സോ എപ്പോഴും ഞാൻ ആ പോസ്റ്റർ കാണുമ്പോൾ ഞാൻ പറയും ആ കുട്ടിയാണ് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കൊണ്ട് ഈ കുട്ടിയാണ് എന്നുള്ളതിൽ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു പ്രണയരംഗങ്ങളായാലും അല്ലെങ്കിൽ സിനിമയിൽ എന്തായാലും നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ബൈജു ചേട്ടാ, അതായത് നമ്മളൊരു വാവച്ചൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, അതായത് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിൽ കാണുന്ന ഒരു ആള്, അല്ലെങ്കിൽ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് പ്രേക്ഷകരിൽ നിന്നുള്ള ഒരു അഭിപ്രായം കേട്ടിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നമ്മളെ ഹോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരാളെ ഒരു ഇമോഷണൽ ബോണ്ടിങ് അല്ലെങ്കിൽ ഇമോഷണൽ കണക്ട് ആവുന്നത് ആ കഥാപാത്രം ചെയ്യുന്ന ആളെ നമ്മളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴാണ് അങ്ങനെ ഒരു ഇമോഷണൽ കണക്ട് ആവുന്നത്. ഇമോഷണൽ കണക്ട് ആയി കഴിഞ്ഞാൽ 100% എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതായത് വാവച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് പ്രേക്ഷകർ അല്ലെങ്കിൽ അച്ഛന്മാർ വാവച്ചൻ അയാളായിട്ട് കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തിയേറ്ററിൽ വരുന്ന അച്ഛന്മാരായാലും അച്ഛന്മാരായാലും അപ്പന്മാരായാലും അല്ലേ അവർ കരയുന്ന എന്നുള്ളതിന് അവരായിട്ട് തോന്നുന്നത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ കുറേ ഫീലുണ്ട്. അപ്പോൾ അതൊക്കെ കാട്ടുന്ന ഇപ്പോൾ വെളിയനാട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ പാസ്റ്റർ, അതായത് ഈ ജോഷുവ എന്ന് പറഞ്ഞ ഡിനോയുടെ ക്യാരക്ടറിൻ്റെ അച്ഛൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറാണ്. അയാളൊരു ഡയലോഗ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ അച്ഛന്മാർക്കും ഉണ്ട് വേദന, മനസ്സിലല്ലേ? അങ്ങനത്തെ ഒക്കെ ഡയലോഗ്സ് എനിക്ക് തോന്നുന്നു. അതൊക്കെ എന്താ പറയുക, അതൊക്കെ സംഭവിച്ചതാണ്. നമ്മുടെ എഴുത്തിൽ വരുമ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ച കാര്യങ്ങളാണ്. വിലാസൻ എന്ന് പറഞ്ഞ ഈ കഥാപാത്രം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ്. വിലാസൻ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിന് മലയാള സിനിമയിൽ ഒരുപാട് ഇപ്പോൾ ഹ്യൂമർ ക്യാരക്ടർ ചെയ്യുന്ന ഒരു സ്വഭാവ നടന്മാരെയൊക്കെ ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഇന്ന ആളായിരിക്കണമെന്ന് എനിക്ക് കരുതുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മീൻസ് വിലാസൻ തെങ്ങ് കയറാൻ വരും, അത് തൊഴിലായിട്ട് നടക്കുന്ന ആളാണ്, തെങ്ങ് കയറ്റം കാര്യങ്ങൾ. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ വിലാസനെ കൊണ്ട് വെറുതെ വിലാസൻ എന്നല്ല പേര്, ധനേഷ് എന്നാണ് പേര്. അപ്പോൾ അങ്ങനെ വിലാസനെ കൊണ്ട് ചെയ്തു. വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വിലാസൻ ത്രൂട്ട് ക്യാരക്ടറാണ്. അങ്ങനെ ഇതിനകത്ത് ഇരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും ഇപ്പോൾ നമ്മുടെ ടോപ്പ് പ്രൊഡ്യൂസർ ഞങ്ങളുടെ കസിനാണ്, സഹോദരനാണ് രജി. അപ്പോൾ ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അഭിനയിക്കില്ല എന്ന് പറഞ്ഞ വന്ന ആളാണ്. ഞാനൊരു ക്യാരക്ടർ സെക്കൻഡ് പാർട്ടിലോട്ട് വീരമലേന എന്ന് പറഞ്ഞ സിനിമയിലേക്കൊരു ക്യാരക്ടറുണ്ട്. ഒരു ഗായത്രി എമ്മാളെന്ന് പറഞ്ഞൊരു ഡോക്ടർ ക്യാരക്ടറാണ്. അപ്പോൾ ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമയാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. ഒരു ക്യാരക്ടർ വെറുതെ ജസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കണം. ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഒരു ഡോക്ടർ ക്യാരക്ടർ, മകള് ഡോക്ടറാണ്. അപ്പോൾ മോളും ഉണ്ടായിരുന്നു, ഫാനിയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിൽ ഓരോ ആൾക്കാരും ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന 32 ആർട്ടിസ്റ്റുകളും സായികുമാർ എന്ന് പറഞ്ഞ സായിയേട്ടനെ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുമിച്ച് ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ സായിയേട്ടൻ എന്ന് പറയുന്നത് ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ ആളായിട്ട് ഒരു സലീം ചെയ്തിരിക്കുന്ന MLA ക്യാരക്ടർ ഒരിക്കലും സലീം കുമാറായിട്ട് ഫീൽ ചെയ്യാറില്ല. ഈച്ച് ആൻഡ് എവരി പേഴ്സൺസ്. ജോഷുവ ഒരു പാസ്റ്ററിന്റെ മകനായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരാളെ വേണമായിരുന്നു. എനിക്ക് അതിനകത്ത് വേറെ പകരം വയ്ക്കാൻ ആളില്ല. ഒരുപാട് പേരുടെ പേര് പറഞ്ഞെങ്കിലും ആ ക്യാരക്ടർ അങ്ങനെയാണ്. ഓരോരുത്തർക്ക് ക്യാരക്ടർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ റൈച്ചലിനെ കുറിച്ച് പറഞ്ഞു. ആ സിനിമയിൽ കാണുമ്പോൾ നിങ്ങൾ, ഞാൻ റൈച്ചലിനെ കണ്ടിരിക്കുന്ന മോഡേൺ ക്യാരക്ടറാണ്. അതൊരു ആർട്ടിസ്റ്റ് ആണ് എന്ന് എനിക്ക് 100% എനിക്ക് അവരെ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇവർ ഇതേപോലെ സാധാരണ നോർമൽ കോസ്റ്റ്യൂം നടക്കുന്ന റൈച്ച് മറ്റേ ആ ക്യാരക്ടറിലെ പോലത്തെ ഒരാളാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇത്രയും വർഷം 36 വർഷം 300 സിനിമകൾ ഞാൻ കഴിഞ്ഞു. ഞാൻ ചെയ്ത ക്യാരക്ടറൊക്കെ കുഞ്ഞു കുഞ്ഞു കഥാപാത്രങ്ങളാണ്. വളരെ കുറച്ച് നല്ല ഒരുപാട് കഥാപാത്രങ്ങൾ കുഞ്ഞു കഥാപാത്രങ്ങളാണ്. പക്ഷേ എന്നെ സ്റ്റാമ്പ് ചെയ്തിരുന്നു. അയാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അയാൾ എന്താ ചെയ്യുക, മലയാള സിനിമയിൽ നായകന്മാരുടെ കൂടെ കാവലാളെ ആയിട്ടും വില്ലൻ കഥാപാത്രങ്ങളും അടിയടിയും പരിപാടികൾ എന്നുള്ളൊരു സ്റ്റാമ്പ് ചെയ്യിപ്പിച്ചിരുന്നു. ആ സ്റ്റാമ്പിനെ പൊളിക്കുവാനായിട്ട് വാവച്ചൻ എന്ന് പറഞ്ഞ ഒരാളെ ദൈവം കൊണ്ടു തന്നു. ഒരു ക്യാരക്ടറിനെ ആ ക്യാരക്ടറിനെ ബൈജു ഒഴുകുന്ന എന്ന് പറഞ്ഞൊരു ഡയറക്ടർ അയാളെ കൊണ്ടിട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു സാധനം ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോഴും ഞാൻ ഡയറക്ടർ എന്നുള്ള നിലയിലും സിനിമയുടെ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലും ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. വാവച്ചൻ എന്ന് പറയുന്ന ആളായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല പടത്തിന് ശേഷം. അത് വേറൊരാളാണ്. അയാൾ തിയേറ്ററിൽ മാത്രമേ ഉള്ളൂ, ആ സിനിമയിൽ മാത്രമേ ഉള്ളൂ. ആ വാവച്ചൻ അവിടെ ഉള്ളൂ. ഇത് ഞാൻ തന്നെയാണ്. അപ്പോൾ അത് ദൈവം കൊണ്ടുവന്ന ആർട്ടിസ്റ്റാണ്. അതുപോലെ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ. അപ്പോൾ മേരി എന്ന് പറയുന്ന എൻ്റെ ഭാര്യയായിട്ട്
ദിയ ചെയ്തിരിക്കുന്നത്. ദിയ ഒരുപാട് മോഡേൺ കോസ്റ്റ്യൂമും കാര്യങ്ങളിലൊക്കെയാണ് എനിക്ക് കോസ്റ്റ്യൂം അയച്ചിരുന്നത്. പക്ഷേ ഞാൻ അവരെ കണ്ടപ്പോൾ ആദ്യം മേരി എന്നാണ് വിളിച്ചത്. കാരണം എനിക്ക് മാതാവിനെ പോലെ ക്യൂൺ ഓഫ് മേരീനെ പോലത്തെ അത്രയും ഇതായിട്ടുള്ള ഒരാൾ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവർ കോസ്റ്റ്യൂം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഉള്ളിൽ അവർ പെർഫോം ചെയ്താൽ സാരിയും ഇതൊക്കെ ഇട്ട് പെർഫോം ചെയ്താൽ അങ്ങനെ ആയിരിക്കും. കാരണം എൻ്റെ ഉള്ളിൽ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇതൊരു വിജയം കൂടിയാണ്. ഓരോ ക്യാരക്ടേഴ്സും അത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തത്. ഇടുക്കിക്കാരാണ് എല്ലാവരും. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന 32 ക്യാരക്ടേഴ്സ് ഇടുക്കിക്കാരാണ്. നോട്ട് ഡിനോയി എന്ന് പറയുന്ന നമ്മുടെ കൊച്ചിയിൽ താമസിക്കുന്ന ഒരാളല്ല. അത് ജോഷുവ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പാസ്റ്ററിൻ്റെ മകനാണ്. അയാൾ അതേപോലെ ജീവിച്ചിരിക്കുകയാണ്, നോട്ട് ആക്ട് ചെയ്തിരിക്കില്ല. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സും. അപ്പോൾ ഇതെല്ലാം ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ ഭയങ്കര ഒരു ഇതുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഐ ആം ഹാപ്പി എന്ന് പറയുന്നത് പ്രേക്ഷകരെ ഈ സിനിമ ഏറ്റെടുത്തു. ആദ്യം തുടക്കം കൊച്ചു സിനിമകളായിട്ട് വരുമ്പോൾ അയ്യോ അത് ബൈജു എഴുപന് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന സിനിമ, അല്ലെങ്കിൽ അയാൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമ, ഡിനോയ് പോലോസ് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഇന്ന് സൂപ്പർ സ്റ്റാറുകളും ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഗംഭീരമായിട്ട് പോകുന്നതിനോടൊപ്പം കൊച്ചു സിനിമകൾ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒരു ദിവസം 2 ദിവസം 3 ദിവസം കളക്ഷൻ കുറഞ്ഞു വന്നാലും 4ാമത്തെ ദിവസം അത് പിക്കാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നമ്മൾക്ക് അതിനു മുമ്പേ പിക്കായി തന്നു. കുടുംബം ഏറ്റെടുത്തു, ഫാമിലി ഏറ്റെടുത്തു. അത് എന്നെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. പ്രേക്ഷകർക്ക് നന്ദി. എൻ്റെ ഗുരുക്കന്മാർ, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ 300 സിനിമകളിൽ അഭിനയിച്ച എൻ്റെ സംവിധായകർക്കും ഗുരുക്കന്മാർക്കും എനിക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുക. അതെ, നേരത്തെ ബൈജു ചേട്ടൻ പറഞ്ഞു ഷൈമോൾ രജിയിലെ ചേച്ചി കസിനുമാണ്, അതുപോലെ തന്നെ കോ പ്രൊഡ്യൂസറുമാണ് ഈ സിനിമയുടെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കോ പ്രൊഡ്യൂസറും കൂടെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ അഭിനയിക്കുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിച്ചപ്പോൾ? നല്ലതായിരുന്നു. ഫസ്റ്റ് ഒരു കാര്യമായിരുന്നു ചെയ്തത്. ഭയങ്കര സന്തോഷമായി. എസ്പെഷ്യലി ബിഗ് സ്ക്രീനിലൊക്കെ നമ്മളെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. ചെറിയൊരു ക്യാരക്ടർ, ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു ഓടിപ്പോകുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും നമുക്ക് അതൊരു ഭയങ്കര സന്തോഷം തരും. പിന്നെ എസ്പെഷ്യലി നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് നമ്മൾ പടം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴേ നമ്മളോട് ഒരാൾ വന്ന് പറഞ്ഞു, എനിക്ക് 2 പെൺമക്കളായിരുന്നു. അപ്പോൾ എനിക്ക് പടം കണ്ടപ്പം എനിക്ക് ആ ഒരു ഫീല് കിട്ടി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വൈഫിനെയും മക്കളെയും കൊണ്ടുവന്ന് കാണിക്കുമെന്ന് പറഞ്ഞവർ പിന്നെ പുള്ളി വൈഫിനെയും മക്കളെയും കൊണ്ടുവന്ന് കാണിച്ചെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ പ്രേക്ഷകർ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് ഭയങ്കര ഒരു അനുഭവമാണ്. അത് പ്രേക്ഷകരെ ഒരു കാര്യം, ഒരു സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുമ്പോഴേ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറെ തന്നെ. പ്രത്യേകിച്ച് ബൈജു ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ മുൻപും ഞാൻ ഇന്റർവ്യൂക്ക് പറഞ്ഞൊരു കാര്യം, സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഭയങ്കര വില കൊടുക്കുന്ന ഒരാളാണ് ബൈജു ചേട്ടൻ. അപ്പോൾ അവർക്കും ഈ സിനിമയിൽ അഭിനയിച്ച ഓരോരുത്തരും ബൈജു ചേട്ടനെ ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ അത് നേരത്തെ ഈ ചേട്ടൻ്റെ കാര്യം തന്നെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിൽ? തിയേറ്ററിൽ മുഖം കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ പ്രേക്ഷകർ അല്ലെ വീട്ടിൽ നിന്ന് ഫാമിലി ആയിട്ടൊക്കെ കാണാൻ വന്നിരുന്നോ? അപ്പൊ എന്താ പറഞ്ഞത്? എല്ലാരും ഹാപ്പി ആയില്ലേ? വിലാസൻ. അതെ, എനിക്ക് തോന്നിയതെന്നറിയാമോ, ഈ സിനിമയ്ക്കകത്ത് വിലാസന്റെ ആണ് ആ കഥ തുടങ്ങുന്നത്. ആ കഥ എൻട്രി ചെയ്യാൻ തുടങ്ങുന്നത് വിലാസനിലൂടാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏറ്റവും നന്നായിട്ട് ചെയ്തു. നല്ലൊരു ക്യാരക്ടർ. അതാണ് പറഞ്ഞത്. പ്രേക്ഷകർ ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു, പ്രേക്ഷകർ ഓരോരുത്തർ അവരുടെ അഭിപ്രായം പറഞ്ഞത്. അപ്പൊ എല്ലാവരുടെ കഥാപാത്രങ്ങളും പ്രേക്ഷകരെ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ചേട്ടാ, എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനിയും അടിപൊളി എല്ലാ സിനിമകളൊക്കെ വരട്ടെ. ഓക്കെ, ശരി.